ഗൈസ് ഏറെ നേരത്തെ തെരച്ചിലിന് ശേഷമാണ് അങ്ങാടിക്കടയിലെ മാമൻ ഈ ഒരു തടി എടുത്തുകൊണ്ട് നമ്മുടെ കൈ തന്നത്. പീനാറിപ്പട്ടം എന്ന് പേരുള്ള ഈ തടിക്ക് ഫിഷിംഗിൽ വലിയൊരു പങ്കുണ്ട്. ഇതിന്റെ പ്രത്യേകത ഇപ്പൊ കാട്ടിത്തരാം കേട്ടോ. മഞ്ജിമേ, ഇത് കണ്ടോ ചന്ദനത്തിന്റെ കഷ്ണം. ഓ നീ മണപ്പിച്ചോക്കേ. പീനാറിപ്പട്ടം എന്നു പേരുള്ള ഈ തടിക്ക് വിസർജ്യത്തിന്റെ അതേ മണമാണ്. കറക്റ്റ് ചന്ദനം അരയ്ക്കുന്ന പോലെ ഈ തടിയും വെള്ളം ഉപയോഗിച്ച് നമുക്ക് അരച്ചെടുക്കാൻ കഴിയും. പിന്നെ ഇതിന്റെ പ്രത്യേകത ചന്ദനം അരച്ചെടുക്കുമ്പോൾ മണമാണെങ്കിൽ ഇത് അരച്ചെടുക്കുമ്പോൾ ഒരുമാതിരി വിസർജ്യത്തിന്റെ അതേ നാറ്റമാണ് കേട്ടോ. പിന്നെ നാറ്റമാണെന്ന് കരുതി പുച്ഛിച്ച് തള്ളണ്ട. ആയുർവേദത്തിൽ ഈ ഒരു തടിയെ ക്യാൻസറിന് വേണ്ടിയുള്ള മരുന്നുണ്ടാക്കാൻ പോലും എടുക്കാറുണ്ട്. നമുക്കിന്ന് ഇതിനെ കൊണ്ടുള്ള ഉപയോഗം കരിമീന് വേണ്ടിയുള്ള മാവ് കുഴയ്ക്കുമ്പോൾ നമ്മൾ ഇതും കൂടെ ചേർത്ത് കുഴയ്ക്കാൻ പോവുകയാണ്. ഈ ഒരു വൃത്തികെട്ട മണം മാവിൽ പിടിച്ചാൽ അത് കരിമീൻ പോലുള്ള പല മീനുകളെയും വലിയ രീതിയിൽ അട്രാക്ട് ചെയ്യുന്നു. മാവ് കുഴച്ചു കഴിയുമ്പോൾ ഇതിൽ ഈച്ച വന്നിരിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് എത്രത്തോളം എഫക്റ്റീവ് ആണെന്ന്. എന്തായാലും പുറം മൊത്തം സ്പ്രേ അടിക്കാതെ ഇനി നമുക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല കേട്ടോ. കരിമീനിന് വേണ്ടിയാണ് മെയിൻ ആയിട്ട് ഇത് തയ്യാറാക്കുന്നതെങ്കിലും സാധനത്തിന്റെ പവർ ഉണ്ടാവാം കരിമീൻ എടുക്കും മുന്നേ പരലുകൾ ഇത് എടുത്തോണ്ട് ഓടുവാണ്. എന്തായാലും ഈ ഒരു സാധനം കൂടി മാവിന്റെ കൂടെ ചേരുമ്പോൾ തീറ്റയ്ക്ക് ഒന്നും കൂടെ പവർ കൂടുന്നതായി നമുക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട് കേട്ടോ.